നിങ്ങൾ രാവിലെ ഒരു എക്സാമിന് പോകാമെന്ന് വിചാരിക്കുക, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു. ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾ ഒരു കുട്ടിയാണെങ്കിൽ, എക്സാം എഴുതുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണ്, മോളെ നന്നായിട്ട് പഠിച്ചോ, പഠിച്ചതൊക്കെ റിലാക്സ്ഡായിട്ട് ഓർത്ത് നന്നായിട്ട് എഴുതണം, പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എപ്പോഴും ഒരു ഓണപ്പരീക്ഷ വരുമ്പോഴും, ക്രിസ്മസ് പരീക്ഷ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷ വരുമ്പോഴും, അതിലും വലിയ പരീക്ഷ വരുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ വേണം, പേരൻസ് നമ്മളെ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പേരൻറ്റ് മോളെ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികൾ നന്നായിട്ട് എഴുതിയോ. ചിലപ്പോൾ ചോദിക്കും, എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ കുട്ടിയാണോ ഫസ്റ്റ് വരുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ ചോദിക്കും. അതല്ലാതെ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ പെർഫോമൻസിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, അല്ലെങ്കിൽ ഭയങ്കര സെൽഫിഷാണ്. റൈറ്റ്ലി സോ. നമ്മളിപ്പോൾ ഒരു രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങൾ ഉള്ള ഒരു രാജ്യം ലോകത്ത്, അവിടെ എന്തിൽ സർവൈവ് ചെയ്യണമെങ്കിലും നമുക്ക് കോമ്പറ്റീറ്റീവ് ആയേ പറ്റുള്ളൂ. ഒരു ബസ്സിൽ സീറ്റ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് ഇടിച്ച് കയറുകയും തള്ളി കയറുകയും വേണം, ഇല്ലാതെ വേറെ വഴിയില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ ഒരു ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു സബർബൻ ട്രെയിൻ ബോംബെയിൽ പോയി നോക്കിയാൽ മതി, മുംബൈയിൽ പോയി നോക്കിയാൽ മതി. അതിൽ കയറാൻ പെടുന്നൊരു പാട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ആദ്യം ഇടിച്ച് കയറിയാലേ സീറ്റുള്ളൂ. അത് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വേറൊരു കാര്യമാണ്. അതായത് പലപ്പോഴും അക്കാഡമിക്കലി വളരെ ബ്രൈറ്റായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് പലപ്പോഴും സബ്സിക്വൻറ്റ് കോർപ്പറേറ്റ് കരിയർ, അല്ലെങ്കിൽ എന്ത് കരിയർ ആയാലും എസ്പെഷ്യലി കോർപ്പറേറ്റിൽ ആവറേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോകുന്നു? എന്തുകൊണ്ടാണതെന്ന് ആലോചിക്കുമ്പം അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിച്ച് നമ്മൾ ബ്രില്യൻ്റായി വരുന്ന ഒരാൾ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ എൻവയൺമെൻറ്റിൽ വരുമ്പം ദേ സ്ട്രഗിൾ. കാരണം മറ്റുള്ളവരായിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേറൊരു കലയാണ്, അല്ലെങ്കിൽ അതൊരു സ്കില്ലാണ്. അതെല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. ഇപ്പം എനിക്ക് ബെസ്റ്റായിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ നിന്ന്, ഞാൻ MBA ജോയിൻ ചെയ്തപ്പം, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാക്കൽറ്റി, ഞങ്ങളുടെ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ പലരുടെയും ഗ്രേഡിംഗ് സിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദി എക്സസൈസസ് വർ ഡൺ ഇൻ ഗ്രൂപ്പ്സ്. ഞങ്ങളുടെ ഒരു വളരെയധികം എക്സസൈസുകൾ ഞങ്ങൾ ഗ്രൂപ്പിലായിരുന്നു. ഗ്രൂപ്പ് 4 പേരുടെ ഗ്രൂപ്പ്, 6 പേരുടെ ഗ്രൂപ്പ്, ചിലപ്പോൾ 8 പേരുടെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്താലും ചിലപ്പോൾ ഗ്രൂപ്പ് ആവറേജ് ആണെങ്കിൽ ആ ആവറേജ് ആയതിൻ്റെ പേരിൽ എൻ്റെ ഗ്രേഡിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നേരെ തിരിച്ചും, ഞാൻ അത്ര നന്നായിട്ടല്ല ചെയ്തത്, പക്ഷേ ഗ്രൂപ്പ് ആസ് എ ഹോൾ ഡിഡ് വെൽ. അവർ നന്നായിട്ട് ചെയ്താൽ, ഞങ്ങൾ നന്നായിട്ട് ചെയ്താൽ, ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് പെർഫോമൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയെന്ന് വരും. The point is combining well with people, cross cultural ആൾക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, പല ജീവിത ശൈലിയുള്ള ആൾക്കാർ, എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയൊരു ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ലൈഫിൽ സക്സീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയാൽ മാത്രം പോരാ, നിങ്ങൾ എങ്ങനെ ടീമിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടെയാണ് തുടങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 22 വയസ്സോ 23 വയസ്സോ 25 വയസ്സോ 20 വയസ്സായി നേരെ പെട്ടെന്നൊരു ദിവസം യു കെൻ നോട്ട് ചേഞ്ച് യുവർ സെൽഫ്, യു കെൻ നോട്ട് ട്രാൻസ്ഫോം യുവർ സെൽഫ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യം അല്ല. എത്രയും നേരത്തെ തുടങ്ങുന്നു, സ്റ്റാർട്ട് യങ്, അത് അത്രയും നല്ല കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഫാമിലി തന്നെ തുടങ്ങാം. അതായത് ഫാമിലി മാത്രമല്ല, നമുക്ക് ക്ലബ്സ് ജോയിൻ ചെയ്യാം. സ്പോർട്ടിംഗ് ക്ലബ്ബ് ആവാം, അല്ലെങ്കിൽ ഒരു ആർട്സ് ക്ലബ്ബ് ആവാം, അല്ലെങ്കിൽ ഒരു വോളണ്ടിയറിങ് ആക്ടിവിറ്റി ആവാം, സ്കൂളിൽ എന്തെങ്കിലും ആകാം, അതെന്തും ആയിക്കോട്ടെ, ഒരു തിയേറ്റർ ഗ്രൂപ്പ് ആവാം. അപ്പം അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മ്യൂച്വൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. യു ലേൺ ടു റെസ്പെക്റ്റ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന്, ജയിക്കുമ്പോൾ ഒരുമിച്ച് ജയിക്കുന്നു, തോൽക്കുമ്പോൾ ഒരുമിച്ച് ജയിക്കുന്നു, ആ ഇമോഷൻസ് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു. ഗിവ് ആൻഡ് ടേക്ക് പോളിസി നമ്മളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, 2 പേര് 3 പേര് 4 പേര് എത്ര പേരായാലും ഒരുമിച്ച് വരുമ്പോഴത്തേനും അഭിപ്രായ ഭിന്നതകളുണ്ടാവും. അതെങ്ങനെ പരിഹരിക്കാം, മെച്യൂറായിട്ട് പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ഈഗോ നമ്മൾ സബ്ജുഗേറ്റ് ചെയ്ത് യു സ്റ്റാർട്ട് ടു സീ ദ ലാർജർ പിക്ചർ. നമ്മളുടെ സ്വന്തം ഇൻട്രസ്റ്റ് പിന്നിലാക്കി ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ഇത് പഠിക്കുന്നു.
നാളെ ഒരു ലീഡർ ആകുമ്പം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓൾ ദി ബെസ്റ്റ്.